ഹലോ ഗായ്സ്, നമ്മളിന്ന് പോകുന്നത് വാഗമണത്തേക്കാണ്. ഞാൻ കുറച്ചൊന്നും വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു, ക്ഷമിക്കണം. നമ്മളിന്ന് റൈഡ് ചെയ്യാൻ ശരത്തേടനാണ്. നമ്മളിന്ന് ഡൊമിനാറയിലും സിബിആറിലാണ് പോകുന്നത്. ഒരു 40 പേരുണ്ട് കൂടെ. അവർ ഏകദേശം ഞങ്ങൾ 7 വരാനാണ് പറഞ്ഞത്. ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നു. രാവിലെ നല്ല കോടയുണ്ട്. അപ്പം നമുക്ക് ബാക്കി റൈഡിൽ കാണാം. അപ്പം ഗായ്സ്, നമ്മുടെ കുറച്ച് വണ്ടികൾ എത്തി തീർന്നിട്ടുണ്ട്. നമ്മൾ ഞാൻ റൈഡ് ചെയ്യണം. അപ്പോൾ ഗായ്സ്, നമ്മൾ വണ്ടിയെല്ലാം വന്ന് ലൈനപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വണ്ടി ഇപ്പോൾ വിളിച്ചൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ്. ഗായ്സ്, നമ്മുടെ വണ്ടി ഏകദേശം വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തോന്നില്ല, നമ്മൾ ഈ വണ്ടി ലൈനപ്പ് ചെയ്യുകയാണ്. എല്ലാവരും നിന്നേ. ഏകദേശം പകുതി ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മൾ ഈ ബാക്കി പോകുന്ന വഴിക്കാണ് ആൾക്കാരെ മീറ്റ് ചെയ്യുന്നത്. ഗായ്സ്, അപ്പോൾ ആൾക്കാർ വാഗമൺ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചെക്ക് പോസ്റ്റ് കയറി പാസ് നടത്തിയിട്ടുണ്ട്. അപ്പം ഗായ്സ്, നമ്മൾ അതിൻ്റെ റിസപ്ഷനിലേക്ക് പോവുകയാണ് ടിക്കറ്റ്സ് എടുക്കാൻ വേണ്ടി. ശരത്ത് മച്ചാനുണ്ട്. എത്ര നേരത്തേക്ക് വെച്ച് നടക്കുവാണ്. അതുകൊണ്ട് ആ കാണുന്ന അതാണ് ഇതിൻ്റെ മെയിൻ ചെക്ക് പോയിൻ്റ്. അവിടെ നിന്നാണ് നമുക്ക് കയറി പോകണം വന്നേക്കോട്ട്. ഇതാണ് ട്രെക്കിങ്ങിൻ്റെ മെയിൻ പോയിൻ്റ്. ഇവിടെയാണ് നമ്മൾ ബില്ലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ടിക്കറ്റ്സൊക്കെ ഇവിടെയാണ് ചേർക്കുന്നത്. അപ്പം നമ്മൾ ഹെൽമെറ്റ്സൊക്കെ ഇവിടെ വെച്ചിട്ട് നമ്മൾ നേരെ ആകത്തുള്ളൂ. ഗൈസ്, ഇവിടുന്ന് വ്യൂ ഉണ്ടോ, ഒരു രക്ഷയില്ല. നമ്മുടെ ചിറ്റിക്കളിൽ നിന്ന് പോയിൻ്റ് ഇവിടെ നിന്ന് താഴോട്ട് കാണുന്ന വ്യൂ ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു ഈ ഇതുവഴി അങ്ങനെയാണെന്ന് തോന്നുന്നു പോകുന്നത്, കറക്റ്റ് അറിയത്തില്ല. നമ്മുടെ വരുന്നത് ഗൈഡാണത്, ആ ചേട്ടൻ. എല്ലാവരും സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് പോകാൻ വേണ്ടി. അപ്പം നമുക്ക് ഞാൻ ട്രക്കിങ് തുടങ്ങുമ്പോൾ കാണാം. നമ്മൾ നൈസായിട്ട് ട്രക്കിങ് തുടങ്ങിയിട്ടുണ്ട്. ഫ്രണ്ട് ഗൈഡ് ഇടാൻ പോകുന്നുണ്ട്. കയറി 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 പോവുക. ഒരാളുണ്ട് പുറകിൽ. നമ്മളെ ഗൈഡ് ചെയ്യുന്ന പേരൊക്കെ നമുക്ക് ചോദിക്കാം. ചേട്ടാ, പേര് പറഞ്ഞു. പ്രിൻസിറ്റി ജോസഫ്. ഓക്കെ ഓക്കെ. ഇവിടെ ഒത്തിരി ഉണ്ട്. എത്ര കിലോമീറ്റർ? എന്തോ ഇത് ഏകദേശം ഒരു 7.5 കിലോമീറ്റർ ഉണ്ടല്ലേ? വരുന്ന. സമയം എത്ര എടുക്കും?
സമയം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് അനുവദിച്ചിരിക്കുന്ന സമയം അത് കൂട്ട് 3 മണിക്കൂറാണ്. ഓക്കെ. പിന്നെ ആർക്കെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റോ മറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് ഞങ്ങളുടെ ഒരു എക്സ്റ്റെൻഡ് സമയം അങ്ങനെ എടുക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഓക്കെ. ഒരാൾക്ക് ഏകദേശം എത്ര റേറ്റ് വരുന്നുണ്ട്? ഒരാൾക്ക് 155 രൂപയാണ് നമ്മൾ ചാർജ് ഈടാക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത് വനത്തിൽ കൂടെയുള്ള ഒരു നടന്നുകൊണ്ടുള്ളൊരു യാത്രയാണ്. വിൻഡി വാക്ക് ഓറിയൻറ്റഡ് ട്രെക്കിംഗ് പ്രോഗ്രാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ടൂറിസമായിട്ട് നമുക്കത് പറയാൻ പറ്റില്ല. കാര്യം വെച്ചാൽ പ്രകൃതിനെ എത്രമാത്രം നമുക്ക് സംരക്ഷിക്കാൻ പറ്റും അത്രമാത്രം സംരക്ഷിച്ച് ഒരു ജീവജാലങ്ങളുടെ കേടൊന്നും വരാതെ അവർക്കൊരു എന്നാ പറയുന്നത് ഈ വെളിയിൽ നിന്നുള്ള ഈ കടന്നുകയറ്റവും മറ്റും കാര്യങ്ങളുമൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറയ്ക്കാൻ വേണ്ടി കൂടെ തന്നെയൊക്കെയാണ് നമ്മൾ ഈ ട്രക്കിങ്ങിൻ്റെ പ്രോഗ്രാം കൂടുതലായിട്ടും ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ? എന്തെങ്കിലും നമുക്ക് ആനയുടെ സാന്നിധ്യം ഉണ്ട് പോകുന്ന വഴിക്ക്. ഓക്കെ. നമുക്ക് മണ്ടേ ഒരു വാച്ച് ടവർ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ കൃത്യമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് പ്രശ്നമാണ്. നമ്മൾ വനത്തിലേക്കാണ് പോകുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ മണ്ടേ ഒരു വാച്ച് ടവർ ഉണ്ട്. അപ്പോൾ ആ വാച്ച് ടവറിൻ്റെ അവിടുന്ന് നമ്മൾ കമ്മ്യൂണിക്കേഷൻ അവരുമായിട്ട് ചെയ്തതിന് ശേഷം കൺഫേം ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ സുരക്ഷ എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ. ഈ അടുത്ത ദിവസം കണ്ടായിരുന്നു ആനയൊരു? അടുത്ത ദിവസം ഇന്നലെ വരെ ഉണ്ടായിരുന്നു. നമ്മൾ പോകുന്ന റൂട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. കാര്യം നമുക്ക് ദൂരക്കാഴ്ച കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് കണ്ടു കേട്ടങ്ങ് അറിഞ്ഞു പോകാല്ലേ. പിന്നെ വനത്തിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന് കാഴ്ചശക്തി, ഒന്ന് കേൾവി ശക്തി, ഒന്ന് എന്താ പറയുന്നത് സ്മെല്ല്. ഈ 3 കൂട്ടം ഉണ്ടെങ്കിൽ നമുക്ക് സേഫായിട്ട് വനത്തിൽ കൂടെ പോയിട്ട് വരാം തീർച്ചയായിട്ടും. അതിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആന ദൂരത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ചൂരും മറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും തീർച്ചയായിട്ടും. അതുകൊണ്ട് കേൾവി ശക്തി ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അറിയാൻ പറ്റില്ല. അപ്പം നമ്മൾ നടക്കുന്നത് ഇപ്പോൾ ഇത് ശതാവരിയോ കൂടുതലും വയറ്റിലുള്ള അസുഖത്തിന് അതുപോലെ തന്നെ ഈ ലേഡീസിൻ്റെ അവർക്ക് ഏറ്റവും നല്ല ഉപകാരപ്രദമായിട്ടുള്ളൊരു മരുന്നാണ്. വെറൈറ്റീസ് ഓഫ് നല്ല പച്ചമരുന്നുകൾ കാണാൻ പറ്റും അല്ലേ? എന്തോ തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ പോകുന്ന പ്രൈവറ്റ് പ്രോപ്പർട്ടി പോകുന്നത്. ഓക്കെ ഓക്കെ. കാർ സ്റ്റാർട്ട് ചെയ്യുന്ന നമുക്കിവിടെ ഒരു ഫസ്റ്റ് എൻട്രി ഉണ്ട്. അവിടെ ഫെൻസിങ് ഇട്ടിട്ട് നമ്മൾ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1976 സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇടുക്കി വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇത് ഓപ്പൺ ആയത്. അപ്പം ഇന്ദിരാഗാന്ധി പോലെ അറ്റത്ത് വന്ന് ആണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തത്. അപ്പം ഈ 1926 മുമ്പ് ഈ വെള്ളം കയറി കിടക്കുന്ന റിസർവിനകത്ത് ഈ ആ ഒരു ഭാഗത്ത് ആൾക്കാർ താമസം ഉണ്ടായിരുന്നു. 12 സെറ്റിൽമെൻറ്റ് ഏരിയയാണ്. അപ്പം നമ്മൾ മണ്ടയിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അത്യാവശ്യം ഉള്ള വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലിക്കല്ല്, പിന്നെ ആനമുടി, കൊളുക്കുമല, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് വളരെ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിനകത്ത് നമ്മൾ ചെയ്തു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാരെ എത്രമാത്രം ഹാപ്പി ആക്കാൻ പറ്റുമോ അത്രമാത്രം നല്ലൊരു ട്രക്കിങ് ആറ്റിറ്റ്യൂഡ് നമ്മൾ കാഴ്ചവെച്ചാണ് നമ്മൾ സ്റ്റേഷനെ കൊണ്ടുപോകുന്നത്. ലേഡീസ് സ്കൂളുണ്ടെങ്കിൽ നമുക്ക് അവർക്കും നമ്മൾ കൂടുതൽ കൊടുത്ത് നമ്മൾ തീർച്ചയായിട്ടും അവരെ കൊണ്ടുപോകും. മണ്ടയ്ക്ക് അഥവാ വെള്ളം തീർന്ന വെള്ളം കുടിക്കാൻ മാർഗം മണ്ടയ്ക്കുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള വെള്ളം കിട്ടുന്നത് വനത്തിൽ നിന്നാണ്. ഫ്രഷാ. മരത്തിൻ്റെ അടിയിൽ കൂടി വരുന്ന ഉറവാണ്. ഒരുപാട് മിനറൽസ് കിട്ടും. ഈ പുൽമേടുകൾ നിലനിൽക്കുന്നതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുൽമേടുകൾ വെള്ളത്തെ അബ്സോർവ് ചെയ്യുന്ന നമ്മൾ എപ്പോഴും പറയുന്നത് വനത്തെ സംരക്ഷിക്കണം. വനം ഇല്ലെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവനില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. അതുപോലെ തന്നെ വളരെയധികം നല്ല വൃക്ഷങ്ങൾ നല്ല ഓക്സിജൻ തരുന്ന വൃക്ഷങ്ങൾ, അതുപോലെ തന്നെ വെള്ളം വലിച്ച് സ്റ്റോർ ചെയ്ത് നിർത്തുന്ന വളരെയധികം എന്താ പറയുന്നത് വൃക്ഷങ്ങളുണ്ട്. വാഗമരങ്ങളാൽ ചുറ്റപ്പെട്ട അതാണ് ഞങ്ങളുടെ വാഗമനം ട്രെക്കിംഗ് എന്നാണ് അതുകൂട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിയപ്പെടുന്നത്. ഈ ഒരു നടത്തമായതുകൊണ്ട് നമ്മൾ വിൻഡി വാക്ക് ഓറിയന്റഡ് ട്രെക്കിംഗ് പ്രോഗ്രാമാണ്. കാറ്റിൽ കൂടെ ഉള്ള ഒരു സുഖമായിട്ടുള്ള നടത്താം. ഒരു ദിവസം മാക്സിമം എത്ര പേരൊക്കെ ഉണ്ട് എൻട്രി? നമ്മൾ ഒരു ദിവസം 40 പേരൊക്കെയാണ് നമുക്ക് എൻട്രി അല്ലേ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് എൻട്രി. ഇത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ ഇടുക്കി വൈൽഡ് ലൈഫിലാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ്. ഫെൻസിങ് ആണ്. ജനങ്ങൾക്ക് എന്താ പറയുന്നത് ഒരു ഉപദ്രവം വരാത്ത രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഫെൻസിങ് ചെയ്തേക്കുന്നത്. അതായത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്ക് മൃഗങ്ങൾ കടന്ന് ചെല്ലാതിരിക്കാൻ വേണ്ടിയാണ്.
നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇലക്ട്രിഫൈഡ് ആണല്ലോ. ഇലക്ട്രിഫൈ, അതെ 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 അതെ. ഓക്കെ. ഇതുണ്ടെങ്കിൽ പോലും മൃഗത്തിന് ഒരു ചെറിയൊരു പിന്നെ ലോക്ക്ഡൗണിന് ശേഷം എന്നാ തുറന്നത്? ലോക്ക്ഡൗണിന് ശേഷം തുറന്നത് കൃത്യമായിട്ട് ഡേറ്റ് ഓർക്കുന്നില്ല. പക്ഷേ ഒരു മാസത്തോളം ആയി നമ്മൾ ലോക്ക്ഡൗണിന് ശേഷം അത് തുറന്നിട്ട്. ആൾക്കാരെ ഇതെങ്ങനെയുണ്ട്? ആൾക്കാർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ ഒരു സ്വിറ്റ്സർലൻഡ് ആണ് ആൾക്കാർ പറയുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇത് വെള്ളം പോകുന്ന പൈപ്പ് ആയിരിക്കും. വെള്ളം പോകുന്ന പൈപ്പാണ്. ഒന്നാമത്തെ കാര്യം നമ്മൾ നല്ല ബിഹേവിയർ, നല്ല ക്യാരക്ടർ, നല്ല ആറ്റിറ്റ്യൂഡ് കാണിക്കുവാണെങ്കിൽ വീണ്ടും വീണ്ടും ആൾക്കാർ നമ്മുടെ ഈ പ്രസ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വളരെ മനോഹരമായിട്ട് എന്താ പറയുന്ന 2 വർഷം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ പ്രസ്ഥാനമൊക്കെ കോവിഡിൻ്റെ മാനദണ്ഡങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ കൊറോണ ഇത് കാരണമാണോ ഇപ്പൊ 40 പേരുണ്ട്, അല്ലെങ്കിൽ നേരത്തെ ഇവിടെ 40 പേർക്കുള്ളൂ? അല്ല, നമുക്ക് അതിൻ്റെ ഒരു ഡ്യൂറേഷൻ അങ്ങനെ ഒരു ഇത്രയാണ് 40 പേര്. ഓക്കെ. എല്ലാവരും ബാക്കിലുണ്ട്. അപ്പോൾ എല്ലാവരും ഞാൻ നടന്നു പോവുകയാണ്. നടക്കുക എല്ലാവരും നടക്കുക. ചേച്ചിയും കൂടെ ഉണ്ട്. വേഗം വായോ. എല്ലാവരും നടന്ന് തുടങ്ങിയിട്ടുണ്ട്. എപ്പോൾ ക്ഷീണിക്കുമെന്ന് അറിയത്തില്ല. നമ്മുടെ സ്വന്തം ചേച്ചി പേരൊക്കെ അടിച്ച് പറിച്ചുകൊണ്ട് വരുന്നുണ്ട്. ചേട്ടനും കൂടെ ഉണ്ട്. ദ അൾട്ടിമേറ്റ് ട്രാവലോഗ്. ചേച്ചി യൂട്യൂബറാണ് കേട്ടോ. ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. എല്ലാവരും നടന്ന് വരികയാണ്. അപ്പം നമുക്ക് നടക്കാം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആ പാറയില്ല അവിടെ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് അവിടെ 10 പേരുണ്ടായിരുന്നു. നല്ല ബന്ധങ്ങൾ ഏറ്റവും എടാ ഒരു ദിവസം എത്ര ഗൈഡ് ഉണ്ട് ഇവിടെ? ഇവിടെ നമ്മൾ മൊത്തം 9 പേരുണ്ടാവും. ഓക്കെ. ഫോറസ്റ്റിലേക്ക് പോകുന്ന ചേട്ടൻ കൂട്ടി ഞങ്ങൾ മൊത്തത്തിൽ 6 പേരുണ്ട്. ഇന്ന് ഫസ്റ്റ് ഗ്രൂപ്പാണോ? നല്ല കാറ്റുണ്ട്. കാട് തന്നെയാണോ? നല്ലതാണോ? ഇതിൽ ജീപ്പ് വരണോ? നടന്ന് ക്ഷീണിച്ചിരിക്കുകയാണ്. നമ്മുടെ ഗൈഡേട്ടൻ പൊളിയാണ്. എല്ലാ കാര്യങ്ങളും കറക്റ്റ് വിശദീകരിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അവിടെ നമുക്ക് നമ്മൾ ചോദിക്കാതെ തന്നെ ചേട്ടൻ നമുക്ക് എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ. നല്ല ബന്ധങ്ങൾ ഓക്കെ. എന്നാലേ നമ്മുടെ ആറ്റിറ്റ്യൂഡ് കണ്ട് 10 പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും 10 അല്ല, വീണ്ടും ഒരു 100 പേര് വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എനിക്കിനിപ്പം എന്താ പറയുന്നത്, ഈ മിത്രാസിനി അവരുടെ ടീമാണോ അറിയോ? മിത്രാസിനീസ് എന്ന് പറയുന്ന ആൾക്കാരെ അറിയോ? ഇല്ല. ഈ ബ്ലോഗറാണ്. ഓക്കെ. ഈ കൊല്ലം സഞ്ചാരി ഗ്രൂപ്പ് 12-ാം തീയതി വരുന്നുണ്ടല്ലേ? പിന്നെ ഒരു ഷമീർ അലി എന്ന് പറഞ്ഞ ഒരു ഷമീർ അലിയാ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് കണക്ട് ആക്കി തന്നത് ഈ ഗീതു മോഹൻദാസ് എന്ന് പറയുന്ന ഒരു ലെറ്റ്സ് ഗോ ഫോർ ക്യാമ്പിൻ്റെ ഒരു അഡ്മിനുണ്ട്. ആ മാഡമാണ് ഇതെല്ലാം എന്നെ ഞാനാക്കി ഒരു ഫേമസ് ആക്കിയത്. കാര്യം വെച്ചാൽ ഞങ്ങൾ സത്യത്തിൽ ഇതുവരെ മാഡത്തിനെ സത്യത്തിൽ ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല. പേഴ്സണലായിട്ടും അതുപോലെ തന്നെ എന്താ പറയുക, പല ആൾക്കാർക്കും ഈ കൊറോണയുടെ സമയത്തും അതുപോലെ തന്നെ എന്താ പറയുക ഫ്ലഡിൻ്റെ സമയത്തും ഒക്കെ മാഡം അത് കൂട്ടം എന്താ പറയുന്നത് ഹെൽപ്പ് ഞങ്ങൾ ചോദിക്കാതെ ഞങ്ങളുടെ കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാഡത്തിന് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. അവിടെ തന്നെയാണ് ഇങ്ങനെ ഗ്രൂപ്പ് ഇങ്ങനെ വന്നുകൊണ്ട്. ഓക്കെ. ഇത് നാരകം ആണ്, കാട്ടുനാരകമാണ്. പക്ഷേ അതിൻ്റെ ഒരു സ്മെല്ല് എന്ന് പറയുന്നത് ഒരു വളരെ നല്ലൊരു സ്മെല്ലാണ്. നമ്മൾ കയറ്റമൊക്കെ കയറി വരുമ്പോഴത്തേനുവേ നമുക്ക് അത്യാവശ്യം
റിഫ്രഷ് ആകും. ആ ഓക്കെ. ഷട്ടർ വിട്ടിരിക്കുകയാണ്. ലാസ്റ്റ് കാണുന്നതാണ് ഇല്ലിക്കല്ല്. ഇല്ലിക്കല്ല്, ആ കല്ലേ. ഇല്ലിക്കല്ല്. ആ ഓക്കെ. അതെ അത് വാഗമൺ ടൗണ്, തങ്ങൾപ്പാറ, പിന്നെ കുരിശുമല എല്ലാം. ഇതാണ് ഞങ്ങളുടെ പാഞ്ചാലി കിടക്കുന്നത്. പാഞ്ചാലി, ആ ഓക്കെ. പാഞ്ചാലി മേട്. പാഞ്ചാലി മലയാണ്, പാഞ്ചാലി മേടല്ല. ടീം കൊസാക്സ് അതായത് പെരിയ എടുത്തിട്ട് ആർക്കും വയ്യ, എല്ലാവർക്കും വയ്യ. മുന്തിരിപ്പാറ എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ്. അതും പോറില്ല. ഇത് നമ്മൾ കയറാൻ പോകുന്ന കസാരക്കാനം എന്ന് പറയുന്ന സ്ഥലം. കസാര പോലെയുള്ള ആ ഒരു ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പ് പോലെ. അതുകൊണ്ടാണ് ഈ കസാരക്കാനം എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ മഞ്ഞൾ നിരപ്പ് അങ്ങനെയൊക്കെ പേരിൽ അറിയപ്പെടും. അതെ അതെ. നമ്മളിപ്പം ജോയിൻ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. രക്ഷയില്ല, കിടിലൻ സ്ഥലം, കിടിലൻ വൈബ്, അതാണ് മെയിൻ കാര്യം. നല്ല നമ്മളെ കഴിവ് വേറെ ലെവലിൽ ഒരു രക്ഷയില്ല. എല്ലാ കാര്യം നമുക്ക് പറഞ്ഞ് വൃത്തിയാക്കി തരുന്നുണ്ട്. നമുക്ക് എല്ലാ കാര്യം വൃത്തിയാക്കി തരുന്നതുകൊണ്ട് നമ്മൾ ചോദിക്കാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഓരോ ചെടികളിലെ ഗുണങ്ങളും അതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ കുറച്ച് നിൽക്കണം, എല്ലാവരും ഒന്ന് സെറ്റാകാൻ വേണ്ടി നമ്മൾ നിൽക്കണം. കുറച്ച് കിടിലൻ വ്യൂ, ഒരു രക്ഷയില്ല. നമ്മൾ വന്നതും കാശ് കൊടുത്തതും ടിക്കറ്റ് എടുത്തതും എല്ലാം നല്ലതാണ്. സൂപ്പർ കാറ്റുണ്ട്, വെയിലുണ്ട്, പക്ഷേ കാറ്റ് കൊണ്ട് നമ്മൾ വിയർക്കുന്നില്ല. നമ്മുടെ ജീവ ചേച്ചിയും വേണ്ട വ്ലോഗ് തുടങ്ങിയിട്ടുണ്ട് പതുക്കെ പതുക്കെ. എൻ്റെ പോരാതെ ജീവ ചേച്ചിയുടെ അക്കൗണ്ടിൽ നമുക്ക് ഇത് കാണാൻ പറ്റും, ഈ വീഡിയോ. എല്ലാവരും ഫോട്ടോഷൂട്ടിലാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? തുടങ്ങിയല്ലേ ഉള്ളൂ, നമ്മള് തുടങ്ങി എന്തൊക്കെ കാണാൻ കിടക്കണം. അപ്പം ഗായ്സ്, നമ്മൾ വേണ്ട റോഡൊക്കെ മാറി പതുക്കെ കാടിക്കൂടെ നടക്കാൻ പോകുന്നത്. ഞാൻ നൈസായിട്ട് മാസ്ക് മാറ്റുവാണ്. ഞാൻ കുറച്ച് മുമ്പിൽ അതുകൊണ്ട് മാസ്ക് മാറ്റുന്നത്. അതിലും വരുന്നതേ ഉള്ളൂ. ഗൈഡുകളും ഫ്രണ്ടിൽ പോകുന്നുണ്ട്. നല്ല ഏകദേശം നല്ല വെയിലുണ്ട്. പുള്ളി നല്ല ചില്ലായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന സ്ഥിരം കയറുക. നമ്മുടെ ഹാപ്പി അല്ലെങ്കിൽ കൂടെ ഇത്ര വലിയ ആൾക്കാർ വന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരിക്കലും. ആ ഓക്കെ. രക്ഷയില്ല മാൻ, കയറുന്ന ക്ഷീണം മാത്രമേ ഉള്ളൂ. കാറ്റ് രക്ഷയില്ല. നമ്മുടെ ദീപ ചേച്ചി പതുക്കെ തുടങ്ങിയിട്ടുണ്ട് ബ്ലോഗ്. കയറി വേറെ അങ്ങോട്ട് പോവാ. മഴ പെയ്യുന്ന കൊള്ളാം. ഒരു രക്ഷയില്ലാത്ത മനുഷ്യൻ. ഇവരുമാണെങ്കിൽ സാറിന് തന്നെ കണ്ട് സെറ്റ് ചെയ്യണമല്ലോ. സാർ രക്ഷയില്ല, നല്ല കാര്യങ്ങൾ പറഞ്ഞ് വൃത്തിയാക്കി തരും നമുക്ക്. ഈ സ്ഥലത്തിൻ്റെ പേര് കസാരക്കാനെന്നാണ്. ദീപ ചേച്ചി വേണ്ട ബ്ലോഗ് തുടങ്ങിയിട്ടുണ്ട്. 2 കിലോമീറ്റർ ക്ലാഷ് ആകും നിങ്ങൾക്കറിയിപ്പം. ഈ സ്ഥലത്തിന് കസാരക്കാനെന്ന പേര് വന്നത് ഇവിടെ ഓരോ തട്ടുതട്ടാണ് പോകുന്നത്. ഇവിടെ ഒരു മല, അവിടെ ഒരു മല. അപ്പോൾ ഇരിക്കാൻ നമുക്കിങ്ങനെ കല്ലുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ കല്ലിന് ഉണ്ടാക്കിയാണ്. എല്ലാവരും ഇരിപ്പ് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും പെട്ട്. പക്ഷേ നടക്കണം മാത്രമേ ക്ഷീണമുണ്ട്, ബാക്കി എല്ലാം പൊളിയാണ്, രക്ഷയില്ല. നമുക്ക് പതുക്കെ നടക്കാം, അല്ലെങ്കിൽ നമുക്ക് സമയം വരും. ഞാൻ ഇരിപ്പ് തുടങ്ങി. ഇപ്പം ചെറുതായിട്ട് ചൂട് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കയറണമെന്ന് മഴ പെയ്താൽ വൈബായിരിക്കും, പക്ഷെ നനയും മൊത്തം. എന്നാലും കുഴപ്പമില്ല, നമ്മൾ കയറുക. ഞാൻ ശരിക്കും അണയ്ക്കുന്നുണ്ട്, എൻ്റെ സൗണ്ട് കേൾക്കാൻ തോന്നുന്നു അണയ്ക്കുന്നത്. ചേച്ചി കുറേ പേര് താഴെ നിൽപ്പുണ്ട്, അവർ കയറി കയറി വരണം ഇനി. അടുത്ത് മച്ചാൻ
വൈകി നനഞ്ഞ് കയറി നമ്മൾ മിഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ട പോകുന്നു. രക്ഷത കാറ്റ് മണ്ടക്കൂടെ അപ്പം കാഴ്ച മണ്ണക്കൂടെ പോകണം. മണ്ണക്കത്തെ സ്ഥലം കണ്ടുവരാം. ഇന്നലെ പരിചയപ്പെടുന്ന കേട്ടോ. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? സൂപ്പർ എക്സ്പീരിയൻസ്. പക്ഷേ ഇത് അത്ര വലിയ ഓഫ് റോഡ് ട്രെയിലൊക്കെ ചിന്ന ട്രക്ക് കുഴപ്പമില്ല. ചെറിയ ബെൻസ്. നമ്മൾ 31 പേര് ഉള്ളതാണ്. 39 പേര്. ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇവരുടെ ടീമിൽ വരുന്നത്. നമുക്ക് മണ്ടക്കട കയറാം. ശരിയാത്തില്ല. മണ്ടക്കട നടന്ന് സെറ്റ് ചെയ്യാം. വെള്ളം കുടിച്ച് മണ്ടയ്ക്ക് വെള്ളം കൊണ്ടുവന്ന സീനില്ല. അത് വെള്ളം കുടിച്ച് നേരെ പോകും. എടുത്ത് വെച്ചാനേ മറ്റേ നൈസായിട്ട് കയറുന്നുണ്ട്. അണ്ണാണ്ട മനസ്സിലായി ഓടി മനസ്സിലും ചെയ്യുന്നു. മുഖം കുത്തി വീഴായിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഗൈഡാണ് പറയുന്നത് മണ്ണക്കോട്ട് പോയി കഴിഞ്ഞാൽ ഇരിക്കാൻ സ്ഥലം ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് നേരെ മണ്ണക്കോട്ട് പോകും. അവിടെ ഇരിക്കാൻ എന്തോ സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ സെറ്റ് ചെയ്യാം. ഇത്രയും കയറി കേട്ടോ മണ്ണക്കോട്ട്. ഇത്ര മണ്ണക്കോട്ട് കയറിയിട്ടുണ്ട് നമ്മൾ. എല്ലാവരും കയറി വരുന്നു. നമ്മൾ ഫസ്റ്റ് പരിചയപ്പെട്ട പാടി അതെന്നെ പേരെന്ന് പറഞ്ഞു രാഹുൽ. രാവിലെ നമ്മൾ ഒരു 7 മണിയാകുമ്പോൾ കണ്ടല്ലേ? ഞാൻ പറഞ്ഞില്ല ഇവിടെ ടീം അതുകൊണ്ട് പോകുന്നത്. ഇവരൊക്കെ പരിചയപ്പെട്ട് വരുന്നവള്. അടുത്ത ട്രിപ്പിൽ നമ്മൾ ഒരുമിച്ച് തന്നെ കാണും. ഒരു രക്ഷയില്ലേ അളവ്? അത് ഫസ്റ്റ് ടൈം അല്ലേ ഇവിടെ? ഫസ്റ്റ് ടൈം അല്ലേ? നമ്മളോട് കയറി കാണുന്ന വ്യൂ രക്ഷയിലുള്ളത്. ഒരു വലിയ വെള്ളം ഉണ്ടായിരുന്നാണ് കണ്ട അവിടെ. കണ്ടാ രക്ഷയില്ല. കിട്ടിലും കാറ്റും ഒരു രക്ഷയുടെ കാറ്റാണ്. എനിക്ക് ഇങ്ങനെ പറഞ്ഞു രക്ഷയുടെ കാറ്റ്. കാരണം ഇവിടെ സെക്യൂരിറ്റീസ് ഉണ്ട്. മാസം കയറി കഴിഞ്ഞാൽ സീന ഒരാൾ റിസ്ക് എടുക്കുന്നില്ല. കാര്യമായിട്ട് പറയുന്നത് സിനിമയുടെ ഷൂട്ടിംഗ് നടന്നു ഇവിടെയാണ്. ഇവിടെ സെറ്റ് ഇട്ടേക്കുന്നത്. അത് പുതിയ അറിവാണ് ഞാൻ ഇപ്പോൾ അറിയുന്നത്. ഏകദേശം നല്ല രീതിയിൽ ആൾക്കാർ വന്ന് ഷൂട്ട് ചെയ്ത് പോയതാണ്. കുറച്ച് പേര് കയറി പോകുന്നുണ്ട് അവിടെ. കാണാൻ പറ്റുന്നൊന്നും അറിയത്തില്ല. ഒരു രക്ഷയില്ല കാറ്റ്. കാരണം ഞാൻ പറഞ്ഞാലും കേൾക്കുന്നെങ്കിൽ അറിയത്തില്ല. കിട്ടിയാൽ മതി ഞാൻ പറയുന്നത്. ഒരു രക്ഷയില്ലാത്ത കാര്യം എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത കാറ്റ്. നമ്മൾ വീർക്കുന്നില്ല, പക്ഷേ ചെറിയ ചൂടുണ്ട്. ചെറുതെന്ന് പറഞ്ഞാൽ ഏകദേശം നല്ല പുകച്ചിലാണ്. ചൂട് ഇതില്ല. കാറ്റ് കണ്ടോ? കാഴ്ച ഒരു രക്ഷയില്ല. ഞാനീ പറഞ്ഞ ചേട്ടൻ നമുക്ക് എല്ലാ സാധനം തെറ്റിയിട്ടുണ്ട്. നിങ്ങളുടെ ചേട്ടൻ തന്നെ പിക്കും. കാരണം എന്താ വെച്ചാൽ തന്നെ ഇത്രയും കാറ്റുണ്ട് ഇവിടെ. രക്ഷയിലാണ്. പറഞ്ഞു തരുന്ന കാര്യം കറക്റ്റായിട്ട് പറഞ്ഞത് നമുക്ക്. ഇവിടെ നൈസായിട്ട് ഇവിടെ ഷർട്ടാണെങ്കിൽ ഞാൻ രക്ഷ. അവിടെ കുറച്ച് ആൾക്കാരുണ്ട് കാണാൻ പറ്റുന്നുണ്ട്. അവർ നമ്മളെ മുമ്പേ തൊട്ടുമ്പോ കയറുകയാണ്. ഇപ്പം നല്ല സൂപ്പർ തണുത്ത കാറ്റ്. വിയർപ്പത്തില്ല. ആ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. രക്ഷയില്ല. ചൂട് മറന്നു വെച്ചാൽ ഒരു രക്ഷ ചൂട് മാറിയിട്ടുണ്ട്. തണുത്തോണ്ട് തന്നെ ഇരിക്കുകയാണ്. ഞാൻ എൻ്റെ ഫസ്റ്റ് ട്രാവൽ ബ്ലോഗാണ് ചെയ്യുന്നത്. ഞാൻ ഇപ്പം കുറച്ച് നാളായിട്ട് വീഡിയോ ഇട്ടിട്ടില്ല. എന്നിട്ട് ക്ഷമിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ബൈക്കില്ലായിരുന്നു. ഇപ്പോൾ ഒരു ബൈക്ക് ഏകദേശം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ട്രിപ്പ് തുടങ്ങിയത്. പിന്നെ റിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവ്യൂ അടുത്ത് തന്നെ പ്രതീക്ഷിക്കാം. നല്ല റിവ്യൂ ഉണ്ട്. നമ്മൾ ട്രാവൽ വീഡിയോയും ഉൾപ്പെടുത്തുന്നുണ്ട്, റിവ്യൂ വീഡിയോ ഉൾപ്പെടുന്നുണ്ട്. കാറ്റാണ് കാറ്റ്. ഒരു രക്ഷയുടെ കാറ്റ്.
ഇല്ലെങ്കിൽ നമ്മൾ നൈസായിട്ട് നടക്കണം. ഇപ്പോൾ അവിടെ ഇരുട്ടായി നോക്കി, അവിടെ ഇരുട്ടായിക്കൊണ്ടിരിക്കുന്നു. കാരണം വെച്ചാൽ ആ ഇരുട്ടല്ല നിഴല് വന്ന് മാറുന്നത്. ഞാൻ ഈ ബാൻഡ് ഉപയോഗിച്ചതുകൊണ്ട് കുഴപ്പമില്ല. കുപ്പി ഉപയോഗിക്കുകയാണെങ്കിൽ പറക്കാൻ സാധ്യത നോക്കി വെച്ചിട്ട് പണി കിട്ടും. ഭയങ്കര സെറ്റാണ്. ബിസ്ക്കറ്റുണ്ട്, വെള്ളമുണ്ട്, എല്ലാം ഉണ്ട്. ചേട്ടാച്ചൻ തന്നെ കണ്ടിട്ട് വരെ എടുത്തിട്ട് പടമായി എല്ലാവരും പടം. നമ്മളോട് ചേച്ചിയുണ്ട്. ചേച്ചി പതുക്കെ നടന്ന് നമ്മളോടെ കെട്ടിട അതല്ലേ? ഓക്കെ ഓക്കെ. മലയ്ക്കും പേരുണ്ടോ? കസാരപ്പ ചില്ല അള്ളു പോലെ അല്ലേ? ഓക്കെ ഓക്കെ. എടുത്തമ്മേ കടത്തടാ. അതെ നമ്മൾ ആനപ്പുഴ കാണുമായിരിക്കും. ഇവിടെയുണ്ട് എലിഫന്റ് ഷീറ്റ്. ഇത് നല്ലൊരു കയറ്റമാണ്. ആനപ്പണം സ്പോട്ട് അവിടെ. ആനപ്പണം സ്പോട്ട് ഫ്രഷ് അല്ല, 2-3 ദിവസമായിരുന്നു. എന്നാ ചേച്ചി വന്നേ? 2 ദിവസമാണ് ഞാനല്ലേ ഇവിടെ വരുന്നോ? ആനയെ കണ്ടാൽ മതിയായിരുന്നു. ചേച്ചി പറഞ്ഞു ഭാഗ്യം വേണം നമുക്ക് ആനയെ കാണാൻ. പക്ഷെ ആനയെ കണ്ടാൽ എങ്ങോട്ട് കൂടുതൽ പിടിയില്ല. പൊടിയെല്ലാം കയറണ്ടേ? കിടക്കാഴ്ച കയറ്റും. നോക്കി ആ ലെവലാണ് കയറി പോകുന്നത്. നമ്മൾ നടന്ന് പോവാണ്. നൈസ് കയറ്റം. നൈസ് കണ്ടാ മണയ്ക്ക് വെള്ളം കിട്ടുമോ? മണയ്ക്ക് വെള്ളം കുടിക്കാൻ കാണുമായിരിക്കും. ഇല്ലല്ലേ? വെള്ളം കിട്ടാൻ പാടല്ലേ? മാക്സിമം അല്ലേ വെള്ളം തന്നെ വെള്ളം കൊണ്ടുവരണം മാക്സിമം അല്ലേ. കുപ്പി ഒന്നും ബാക്കിയിട്ടുണ്ട് വീട്ടിൽ പോകണേണ്. നമ്മളിങ്ങനെ സ്ഥലം നമ്മൾ സേവ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്കിനി നമ്മുടെ തലമുറയും അടുത്ത തലമുറ ഇവിടെ വരേണ്ടതാണ്. ആനയൊക്കെ നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ കഴിച്ച് അതുങ്ങൾക്കും ജീവന് ഭീഷണിയാണ്. ആന അതേ വരാറുള്ളോ? മെയിനാണ് വരുമല്ലേ? ആണ്ടാ ആ കാണുന്ന വഴി അഡ്വഞ്ചറാണ് ചേട്ടൻ പറയുന്നത്. ഇതിന് നോർമൽ വഴിയാണ്. ഈ നോർമൽ പോകാൻ അഡ്വഞ്ചർ ഇഷ്ടമാണ്. എന്നാലും നമുക്ക് നോർമലി കണ്ട ഫസ്റ്റ് വേണം അങ്ങി എന്ന് നോക്കി കണ്ട. നമ്മുടെ ദീപ ചേച്ചി വ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ കയറി വരുന്നുണ്ട്. എടാ മലകളൊന്നുമല്ല, ഞാൻ ഓടി കയറുന്നത്. വേണ്ടേ മച്ചാനാണ് മലയ്ക്ക് ഓടി കയറുന്നത്. അടുത്ത പറയുന്നുണ്ട്. കാറ്റ് ചെറുതായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ വരുന്ന ചെറിയ കാറ്റുണ്ട്. ദീപച്ചേച്ചിയും ബ്ലോഗ് ചെയ്യുന്നുണ്ട്. കയറി വരുന്നുണ്ട്. ഒരു രക്ഷയില്ല. നമ്മളുടെ ബ്ലോഗ് ക്ലാഷ് ആയെന്ന് തോന്നുന്നു. 2 ബ്ലോഗേഴ്സ് തമ്മിൽ കണ്ടുമുട്ടി. എന്തായാലും ഞാൻ ചേച്ചിയുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട് താഴെ. എല്ലാവരും കയറി കാണണം. ഫേമസ് ആകും. പയ്യ നമ്മൾ ഈ വേണ്ടി ഫേമസ് ആയാലോ. ചെറുതായിട്ട് തുടങ്ങിയതേ ഉള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് കയറി വരാൻ. ഉറപ്പായിട്ട് ഞാൻ അടിയിട്ടിരിക്കും. എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യണം. ലിങ്ക് അതിൽ നമ്മുടെ ഇതിൽ
ചേച്ചാ ഓടി ഓടി കയറാം ഓടി ഓടി അഡ്വഞ്ചർ ചെയ്ത് നടക്കാൻ പറ്റിയാൽ മതിയാ. ചെറിയ ചെറിയ കുഴികളൊക്കെ ഉണ്ട്. ചേച്ചിക്ക് ഡൊമിനാർ കേട്ടോ. ചേച്ചി ഡൊമിനാർ റൈറ്റർ ഗേൾ ഡൊമ്മി ഗേൾ. ഓ ഇത് കണ്ടോ, കിടുകൻ കഴിയും. നമ്മൾ കയറി മടുക്കും. പക്ഷേ സ്ഥലമാണ് രക്ഷയില്ല. അടുത്ത ഗൈഡും ആൾക്കാരുമായിട്ട് കാണാൻ വരുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ആ ഓക്കെ. പൊളിയല്ലേ, രക്ഷയില്ലല്ലേ? വീഡിയോ കാണാം കേട്ടോ. രണ്ടുപേരെയും വീഡിയോ കാണിച്ചേക്കാം. ഞാൻ 2 ദിവസം ഉണ്ട്. ആ നമ്മൾ കയറി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വെച്ച് ഇറങ്ങുന്നത് അതുവഴി ഇറങ്ങി പോലെ. ലീവ് ചേച്ചി ഉണ്ട്. ലീവ് ചേച്ചി ഓടിയത് സ്റ്റാമിന ഉണ്ട്. ലീവ് ചേച്ചി പൊളിച്ച് കൊണ്ടൊക്കെ കയറുന്നുണ്ട്. സ്പൈഡർമാനാണ്. വലിഞ്ഞ് കയറിക്കോളൂ. ആണ്ട് ബ്രോ വരുന്നുണ്ട്. ബ്രോ പേരെന്ന് പറഞ്ഞേ? പൈസ ചില്ല് മാൻ. ഇതുവഴി പോകും. ചേച്ചി വീഴല്ലേ. ചേച്ചി പിടിച്ചാ ചേട്ടാ. വെള്ളം പോയി ചേട്ടാ. വെള്ളം അവിടെ തെറച്ച് താഴെ വീണിട്ടുണ്ട്. പിടിച്ചോ. ചേച്ചി പിടിച്ച് കയറ്റുവാണ്. വ്ളോഗറെ താഴെ വീഴല്ലേ. ഗായ്സ് നമ്മൾ ഇതുവഴി കയറും. ഗായ്സ് അതിനെ പിടി. അടുത്തച്ചാ രക്ഷിക്കരുതാ. ഇവിടെ അടുത്ത വെച്ചാൽ നമ്മൾ കയ്യിൽ നിന്ന് കയറ്റിയിരിക്കുകയാണ്. ഞാനിപ്പോൾ തെന്നി മൂക്കിടിച്ച് വീണത്. തിരിച്ച് ലാസ്റ്റ് കയറി ഓടി കയറി. ഒരു രക്ഷയില്ല. പിന്നല്ല വയസ്സാങ്കാലത്ത് ഇതൊക്കെ നടക്കുമെന്ന് നമ്മൾ കാണിക്കുകയാണ്. ഫോട്ടോഷൂട്ട് മാറിയേക്കാം. അടുത്ത കാട്ടിക്കൂടെ പൊന്നെ നടക്കുകയാണ്. നേരെ വഴി കണ്ടാലും കാട്ടിക്കൂടെ പോകുന്ന ശരദോചന ഞങ്ങൾ കണ്ടോളൂ. കുറച്ച് പേരാണ് മണ്ടക്കോട്ട് കയറുന്നത്. ഇവരൊക്കെ എന്ത് വെച്ചിട്ടാണോ വന്ന് ഊടുക്കുന്ന സ്റ്റാമൻ. എന്നാലും നമ്മൾ കയറും. കുറച്ച് പേര് ഇവിടെ നിൽപ്പുണ്ട്. ഗായ്സ് നമ്മളങ്ങനെ ലെവൽ 2 മല പാസ്സായിരിക്കുകയാണ്. കയറി വയ്യ. നാളച്ചേട്ടന്മാരൊന്നും കാണുന്നില്ലല്ലോ. നാളച്ചേട്ടന്മാരൊക്കെ പോയി. ഇപ്പോൾ കിട്ടില്ല കാര്യം. കഴിയണം പറഞ്ഞാൽ കറക്റ്റാണ്. മണ്ടകൾ കയറുന്നത് ഒരു രക്ഷയില്ലാത്ത വിധത്തിൽ ഇവിടെക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ലെവൽ 2 കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. സെക്കൻഡ് മല നമ്മൾ കയറി ചെയ്യുകയാണ്. നാളച്ചേട്ടന്മാരൊന്നും കാണുന്നില്ല. വിടുവോ? വിടായിരുന്നാൽ മതിയായിരുന്നു. നോക്കാം. പിന്നെ ചേട്ടൻ പറഞ്ഞ കറക്റ്റ് ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ മണ്ടക്കോട് കിട്ടുന്നത് ഒരു രക്ഷയില്ലാത്ത കാര്യം വന്നുകൊണ്ടിരിക്കുക. നമുക്കിനി ആ മലയും കയറുന്നത് എനിക്ക് തോന്നുന്നു കേട്ടോ. 2 മലയും കിടപ്പുണ്ട്. ലെവൽ 2 നമ്മൾ പാസ്സായി. പക്ഷേ അടുത്ത ജില്ല നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അടുത്ത വെച്ച് ആനയൊക്കെ എങ്ങനെ കയറുന്നില്ല. ഒരു രക്ഷയില്ല. സമ്മതിക്കണം ആനയൊക്കെ. നമുക്ക് വയ്യ. പക്ഷെ ഒരു കോടലുവാണെങ്കിൽ എല്ലാം മൂടും മാറും. നമ്മൾ പൊളിയായിട്ട് മണ്ടക്കോട്ട് കയറും. ഇവിടെയൊക്കെ ആനപ്പണ്ണുണ്ട് നൈസായിട്ട്. എല്ലാവരും ഒന്ന് വരുന്നത് കേട്ടോ. ചെറിയ ഇത് കാണാം. ഇടം വന്ന് ആന വന്ന് വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ ആന ചവിട്ടും.
ചവിട്ടായിരുന്നാൽ മതി. അത്ര വലിയ പറയാൻ ആടെ ചവിട്ട് അറിയാൻ രക്ഷയില്ല. എന്തൊക്കെയാണ് പറയുന്നത് ശരത് മച്ചാൻ പിന്നെ ഉറപ്പായിട്ടും വെള്ളം കഴിക്കാൻ ചെറുതായിട്ട് ലൈറ്റ് ഇടുന്നത് അല്ലെങ്കിൽ പണി ഉറപ്പാണ്. അതായത് ഇത്രയും മല കയറി നമ്മൾ എന്തായാലും ദാഹിക്കും. പിന്നെ ഞങ്ങൾ 2 ഉപ്പ് മേടിച്ചിട്ട് 1 ഉപ്പിട ഏതായാലും 3/4 ഭാഗം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം കുറച്ചും കൂടെ ഉണ്ട്. മാക്സിമം വെള്ളം കൊണ്ടുവരിക. പിന്നെ നമ്മൾ ഈ കയറുന്ന മല നമ്മളിവിടെ അല്ല ഇറങ്ങുന്നത്, നമ്മൾ അപ്പുറത്തെ വഴിയാണെന്ന് തോന്നുന്നു ഇറങ്ങുന്നത്. ചേട്ടൻ അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. കറക്റ്റ് നമുക്ക് ഇറങ്ങുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. മിക്കവാറും ജീപ്പിലായിരിക്കും ഇറങ്ങുന്നത്. ആൾക്കാരെല്ലാം ചില്ലാൻ വേണ്ടിയിട്ടുണ്ട്. ഒരു രക്ഷത കാറ്റാണ്. പിന്നെ ഏറ്റവും പൊടിയെന്ന് വെച്ചാൽ ഇവിടെ ഈ നിഴൽ നമ്മുടെ മേഘത്തെ നിഴൽ വന്ന് മാറുന്നതാണ് ഒരു രക്ഷ. എല്ലാവരും വരണം, ഒരു രക്ഷ. കൊടുക്കുന്ന കാശിനും വരുന്ന വരവിനും പറ്റിയ സ്ഥലമാണ്. നൈസായിട്ട് നമ്മുടെ കയ്യിലുള്ള മൈക്ക് ഇല്ല, അതുകൊണ്ട് ഫോണിൻ്റെ ഇതിലാണ് എടുക്കുന്നത്. സൗണ്ട് കേട്ടാൽ മതി. നമ്മളെല്ലാവരും നമ്മുടെ മിക്സറും സംഭവം എല്ലാം കഴിക്കുകയാണ്. കൊണ്ടുവരുന്ന ഫുഡ് കുറച്ചുകൂടെ കയറാനുണ്ട്. അതിനൊന്ന് ചില്ല് ചെയ്യുവാണ്. പുള്ളിങ്ങനെ ഒറ്റയ്ക്കൊന്ന് കഴിക്കണം. അടുത്ത വെച്ചാൽ നമ്മുടെ സാധനങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുന്നുണ്ട്. ഫുഡ് ഷെയർ ചെയ്യുക. അപ്പം ഗായ്സ് നമ്മളിനി എന്താണ്ട് അടുത്ത മലയിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. നമ്മുടെ കഴിയിടം പറഞ്ഞു എത്രയും പെട്ടെന്ന് അടുത്ത മലയിലേക്ക് പോകണം, അല്ലെങ്കിൽ സമയം വൈകുന്നുണ്ട്. നമ്മൾ ഇറങ്ങുമ്പോൾ ഇനിയും വൈകും. നമ്മൾ നേരെ അടുത്ത മലയിലേക്ക് കയറുവാണ്. സൗണ്ടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്ക് മൈക്കില്ല. കാരണം ഫോൺ ഇല്ലാതെ നോക്കിയത് എന്തെങ്കിലും ആകാറുണ്ട്, ക്ഷമിക്കണം. അടുത്ത വീഡിയോ നമ്മളത് എല്ലാം സെറ്റാക്കുന്നത്. പുള്ളി ഓടിയൊക്കെയാണ്. പിന്നെ സാർമാനാണത്. നമ്മൾ നേരെ നടന്ന് അടുത്ത മലയിലേക്ക് കയറുകയാണ്. നമ്മൾ ടാസ്ക് 3 കംപ്ലീറ്റ്. അടുത്ത ടാസ്ക് 4ലേക്കാണ്. എല്ലായിടത്തും മാനയുടെ പെണ്ണ് കാണാൻ നമുക്ക് ഇവിടെ സ്ഥിരം ഉണ്ട്. ഗായ് കാണുന്നില്ല, പക്ഷേ ഇത് ഉച്ചയായതുകൊണ്ട് വല്ലതും പോയതായിരിക്കും. ആനയോ എന്തെങ്കിലും കണ്ടാൽ മതിയായിരുന്നു. ഇവിടെ ഇപ്പം എന്തെങ്കിലുമൊക്കെ കാണുന്ന ചേട്ടൻ പറയുന്നത്. ആനയുടെ ഇത് വരവച്ച് 2 ദിവസം മുമ്പ് ആന വന്നിട്ടുണ്ട്. നടന്ന് പോവാണ്. ഷൂ മസ്റ്റാണ് ഇവിടെ, അല്ലെങ്കിൽ ചെരുപ്പ് കിട്ടും. പിന്നെ ഗ്രിപ്പ് കിട്ടണമെങ്കിൽ ഷൂ തന്നെ വേണം. കാറ്റും പൊളി വഴി. വെയിലുണ്ടെന്ന് പറഞ്ഞാലും ഇപ്പം വലിയ ചൂടില്ല, തണുത്ത കാറ്റാണ്, രക്ഷയില്ല. പീസ് സ്ഥലം, ഭയങ്കര പീസും നല്ല വൈബും. അത് മാത്രമേ നമുക്ക് കാണാനുള്ളൂ. എവിടെ നോക്കിയാലും മനോഹരമായ കാഴ്ചകൾ മാത്രം. ഇറക്കണം അടുത്ത മലയിലേക്ക് കയറാനുള്ള വഴിയാണ് പോയിക്കൊണ്ട്. അട്ടൊന്നും കാണാൻ വേണ്ടിയിട്ടല്ലേ? അട്ടയില്ല, അട്ടയില്ലല്ലേ? കഴിഞ്ഞാൽ ഇങ്ങനെ ഷൂട്ട്
അപ്പം ഗായ്സ് നമ്മൾ അടുത്ത മലയിലേക്ക് കയറുവാണ്. അടുത്ത മലയിലേക്ക് പോകുന്ന വഴിയാണിത്. അത് ഏകദേശം ഒരു നല്ല രീതി തന്നെ കയറ്റമുണ്ട്. പക്ഷേ ഇങ്ങനെ സൈഡ് ഇങ്ങനെ ഇങ്ങനെ നമുക്ക് കയറാൻ എളുപ്പമാണ്. വലിയ കുഴപ്പമില്ല, കുത്തനെ കയറ്റമല്ല, എന്നാലും സൈഡ് നമുക്ക് കയറാൻ പറ്റുന്നുണ്ട്. എല്ലാവരും ലൈനായിട്ട് പോകുന്നുണ്ട്. ബാക്കിൽ കണ്ട അടുത്ത കാഴ്ച വരുന്നുണ്ട്. ബാക്കിൽ ലൈനായിട്ട് വരുന്നുണ്ട്. കയറി പോവുക. സമയം ഏകദേശം 1 മണി കഴിഞ്ഞ് 1:30 ആകുന്നു. നമ്മൾ കയറുകയാണ്. ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിരുന്ന സ്ഥലമാണിത്. നൈസ് സ്പോട്ടാണ്. പുറകെ നമുക്ക് മല കാണാമല്ലോ, മല. എല്ലാവരും പിന്നെ എല്ലാവരും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. ശരത്ത് വെച്ചാൽ വേണ്ട പ്രൊഫഷണൽ കിക്ക് നോക്കുകയാണ്. ഹീറോ സ്റ്റേജ് കൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. ഇതൊക്കെ എടുക്കുന്ന സ്പോട്ടാണ്. ഇതാകുമ്പോൾ ലാസ്റ്റ് വ്യൂ പോയിന്റ്. താഴെ നമുക്ക് ഇടുക്കി ഡാമിൻ്റെ റിസർവോയർ കാണാം. രക്ഷയില്ല, പൊളിയ. അപ്പോൾ ഞാൻ അടുത്ത സ്ഥലത്ത് നീങ്ങാം. അപ്പോൾ ഗായ്സ് നമ്മൾ അടുത്ത സ്റ്റേ ചെയ്യുമ്പോൾ അവിടെയാണ് നിൽക്കാൻ വന്നത്. അതൊരു ചെറിയ ഫോറസ്റ്റ് ലുക്കാണ്. നോക്കി മൊത്തം കാട്. ഞാൻ അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അവിടുത്തെ അടുത്ത ഇത് ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ട് പോകുന്ന വഴി.